Hi everyone, welcome to my channel. കിച്ചൺ ക്ലീനിങ് പരിപാടികൾ മിക്കവാറും എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ കിച്ചണിലുള്ള ക്ലീനിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിച്ചൺ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. കിച്ചണിൽ ഇതുപോലെ മുകൾ ഭാഗത്തുള്ള ഈ കബോർഡുകളുടെ ഏറ്റവും മുകളിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ പഴയ ടേബിൾ മാറ്റോ അല്ലെങ്കിൽ ഒരു കവർ കീറിയതോ എന്തെങ്കിലും വിരിച്ച് വെക്കുക. അതിനുശേഷം മാത്രം അതിന് മുകളിൽ സാധനങ്ങൾ വെക്കുക. ഇപ്പം ഞാനിവിടെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പർ ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ കബോർഡിൻ്റെ മുകൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് ഈ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. അല്ലാണ്ട് നമ്മൾ ഒരുപാട് തുടക്കുകയോ വെള്ളം കൂട്ടി തുടക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പൊടികളൊന്നും ആവാണ്ടിരിക്കും അങ്ങനെ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ. ഇങ്ങനെ കബോർഡിൻ്റെ മുകളിൽ ഒന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി ഒരു പേപ്പർ അതിന് മുകളിൽ വിരിച്ചിടുക. അത് പുറത്തോട്ട് കാണുമൊന്നുമില്ല. അങ്ങനെ പേപ്പർ വിരിച്ചിട്ട് കഴിഞ്ഞാൽ പൊടികളൊക്കെ അതിലേ വീഴുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗം ക്ലീനിങ് വളരെ എളുപ്പമാവും. ജസ്റ്റ് ആ പേപ്പർ മാത്രം ഒന്ന് മാറ്റിയാൽ മതി. നമ്മൾ ഈ കിച്ചൺ കബോർഡിൻ്റെ ഉൾഭാഗത്താണെന്നുണ്ടെങ്കിലും ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു പഴയ ടേബിൾ മാറ്റോ കവറോ അങ്ങനെ എന്തെങ്കിലും മുറിച്ചിട്ട് വിരിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കുപ്പികളും സാധനങ്ങളൊക്കെ അടുക്കി വെക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കബോർഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ കുപ്പികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ആ പേപ്പർ മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. കബോർഡ് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലൊന്നും ഒരഴുക്കും ആവില്ല. അപ്പോൾ ഈ കബോർഡ് ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ കിച്ചണിലുള്ള ഈ മുകളിലുള്ള കബോർഡ് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കിച്ചണിൻ്റെ ഈ കൗണ്ടർ ടോപ്പിൽ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ വിരിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ സാധാരണ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്. മിക്സിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതിന് മുകളിലൊന്നും പൊടിയാവാണ്ടിരിക്കാനായിട്ട് ഇത് സഹായിക്കും. അതേപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഒന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാൽ നമുക്ക് മുകൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ഒരു വലിയ പണിയായി മാറില്ല. ജസ്റ്റ് ആ പേപ്പർ മാറ്റിക്കളഞ്ഞാൽ മാത്രം മതിയാകും. ഞാനിവിടെ ഇങ്ങനെ ഷീറ്റാണ് വിരിച്ചു കൊടുത്തിരിക്കുന്നത്. പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു കൊടുത്തത്. കിച്ചണിലേക്കായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ പാത്രങ്ങളും സ്പൂണുകളും അതുപോലെ കൈലുകളും ഒന്നും ഡെയിലി ഉപയോഗിക്കാറൊന്നുമില്ല. നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നുണ്ടാവും. ചിലതൊക്കെ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ഇടയിൽ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന സ്പൂണുകളും കൈലുകളും ഒന്നും വെക്കാണ്ടിരിക്കുക. വല്ലപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളും കൈലുകളും ഒക്കെ നമ്മൾ പ്രത്യേകം മാറ്റിയിട്ട് അധികം നമ്മുടെ കൈയെത്താത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പഴയ ടേബിൾ മാറ്റോ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വിരിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗവിൽ എന്തെങ്കിലുമൊക്കെ തിളച്ചു പോയി കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ മാത്രമേ വീഴുള്ളൂ. കൗണ്ടർ ടോപ്പിലൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങെടുത്ത് കഴുകിയാൽ മതിയാവും. നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് എന്നുള്ളൊരു പരിപാടി നമുക്കിവിടെ ലാഭിക്കാനായിട്ട് പറ്റും. കിച്ചണിലേക്ക് നമുക്ക് ഒരു ക്ലീനിങ് സൊല്യൂഷൻ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇതിനായിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇങ്ങനെ നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റൗ തുടയ്ക്കാനോ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ, കെറ്റിൽ അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് പരിപാടി വളരെ ഈസി ആയിരിക്കും. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ അഴുക്കായിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് അങ്ങ് ക്ലീൻ ചെയ്താൽ മതി. നമ്മൾ പിന്നെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അഴുക്കാകുമ്പോൾ അപ്പം തന്നെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ സവാളയും ചെറിയ ഉള്ളിയും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ട്രേയിൻ്റെ അടിയിൽ എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ വിരിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള ഈ ഹോളിലൂടെ ഈ ഉള്ളിത്തോലൊന്നും പുറത്തോട്ടൊന്നും പോവില്ല. ഈ പേപ്പറിൽ മാത്രമേ കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേപ്പറിലുള്ള തോലെടുത്തിട്ട് കൊട്ടിക്കളഞ്ഞാൽ മതിയാവും. നമ്മൾ വീട്ടിൽ മീനോ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എണ്ണയിൽ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൗവിലൊക്കെ നിറയെ ആവാറുണ്ട് എപ്പോഴും. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് കിച്ചൺ ടവൽ ഉപയോഗിച്ച് തുടയ്ക്കാണ്ടിരിക്കുക. ഇതിന് പകരമായിട്ട് ആദ്യം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ വെച്ചിട്ട് സ്റ്റൗ നല്ലോണം തുടയ്ക്കുക. അതിനുശേഷം മാത്രം കിച്ചൺ ടവൽ ഉപയോഗിച്ച് തുടയ്ക്കുക.
ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടയ്ക്കുമ്പോൾ അവിടെയുള്ള എണ്ണമയമൊക്കെ ഈ ടിഷ്യൂ പേപ്പറിലേ പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ അങ്ങ് കളഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ടവൽ പെട്ടെന്ന് വൃത്തികേടാവാണ്ടിരിക്കും. നമ്മൾ കിച്ചണിൽ ഓയിലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഒരു ട്രേ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു ട്രേ എടുക്കുക. എന്നിട്ട് ആ ട്രേയിൽ കുറച്ച് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസോ ഇനി അതും അല്ലെങ്കിൽ ഒരു ക്ലോത്ത് പീസോ വെച്ചതിന് ശേഷം മാത്രം ഓയിൽ കണ്ടെയ്നേഴ്സ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും ഓയിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പേപ്പറോ ക്ലോത്തോ എന്താണെന്ന് വെച്ചാൽ അത് മാത്രം അങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഈ ട്രേ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഈ കുപ്പികൾ ഇങ്ങനെ കബോർഡിൽ വെക്കുന്നതിന് പകരം ട്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കബോർഡും വൃത്തികേടാവില്ല. നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുന്ന സമയത്ത് അതിൻ്റെ തോല് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാണ്ടിരിക്കുക. അതിന് പകരമായിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് അതിലേക്ക് ഇതിൻ്റെ തോലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് തോലിട്ട് കൊടുക്കുക. എന്നിട്ട് ആ പാത്രം അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. കിച്ചണിൽ നമ്മൾ എപ്പോഴും സിങ്ക് ഏരിയയുടെ താഴ്ഭാഗത്തായിട്ടൊരു മാറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകുമ്പോഴോ ഒക്കെ തെറിക്കുന്ന വെള്ളമൊക്കെ ഒന്നുണ്ടെങ്കിൽ ഈ മാറ്റിൽ പിടിച്ചോളും. നമ്മുടെ കിച്ചൻ്റെ ഫ്ലോർ അധികം അഴുക്കാവില്ല. മാറ്റ് വൃത്തികേടായി കഴിഞ്ഞാൽ മാറ്റ് മാത്രം ക്ലീൻ ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ കിച്ചൻ്റെ ഫ്ലോർ അധികം ക്ലീൻ ചെയ്യേണ്ടി വരില്ല. അതേപോലെ തന്നെ കിച്ചണിൽ നിന്നൊക്കെ അഴുക്ക് ചവിട്ടിയിട്ട് വീടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊന്നും ആവില്ല. ഇങ്ങനെ ഒരു മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ മാറ്റിൽ വെള്ളമൊക്കെ എല്ലാം പിടിച്ചു നിന്നോളും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗത്തേക്കൊന്നും ആവില്ല. കിച്ചൺ ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് അല്ലെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് മടിയുള്ളവർ ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്